മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. അങ്ങോട്ട് സിങ്ക് ആവണില്ല കേട്ടോ, അഭിനയം അങ്ങോട്ട് സിങ്ക് ആവണില്ല. എത്ര കാലമായി ഇപ്പോൾ 2 വർഷമായിട്ട് ഇവരുടെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യല്ലേ. ഇതുവരെ ഈ സോ കോൾഡ് അമ്മ ആൻഡ് മകൻ ഒരുമിച്ച് വന്നിരുന്നിട്ട് സുഹൃത്തുക്കളും വളരെ അടിപിടിയുള്ള ആൾക്കാർ വരെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടി കൂടാനെങ്കിലും ഫോൺ ചെയ്തിട്ടോ അതുകൂടെയൊക്കെ ഓൺലൈനിലൊക്കെ വീഡിയോ കോളൊക്കെ ഇതുവരെ 2 പേരും കൂടി ഒരുമിച്ച് വന്നിരുന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് ഇത് നിർത്തണം എന്ന് നിങ്ങളും പറയുക. കൂട്ടത്തിൽ അവൻ മകൻ വന്നിട്ട് പറയാം ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അവര് നെട്ടോട്ട് ഓടുന്നത്. നമ്മൾ 1 രൂപ ഒന്നും അറിയാത്ത ഒരു മകൻ 21 വയസ്സ് വരെ അവൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അവന്റെ സുഹൃത്തുക്കളുടെ അമ്മമാര് പോലും മിണ്ടാത്ത അവസ്ഥയ്ക്ക്. പുതിയ പോസ്റ്റുമായിട്ട് താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തന്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തന്റെ പേരിൽ ഇനിയും ഞാൻ അയ്യോ കട്ടായി പോയി. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം ചാടി വന്നു. രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്ത് മണിക്കിനാവ് വരുമ്പോഴോ. ഈ മണി എന്തിനാ അങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കിനാവ് കൊണ്ട് വരുന്നത്? ആഫ്റ്റർ സുചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പല്ലുവേനുള്ള പോലെയാണ്. ഞാൻ പല്ലുവേദനിട്ടുണ്ടോ ഇരിക്കുന്നു. എന്തായാലും ആഫ്റ്റർ സുധിച്ചേട്ടൻസ് ഡെത്ത് ഓഫ് സുധിച്ചേട്ടൻ AD/BC എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടില്ലായിരിക്കാം. സുധിച്ചേട്ടൻസ് ഡെത്ത് എന്ന് മര്യാദയ്ക്ക് സംസാരിക്കില്ലല്ലോ. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ മതി. പോട്ടെ, റാസൽ കൈമയിലൊക്കെ പോയതല്ലേ, ചിലപ്പോൾ പാൻ മലയാളം റീച്ചൊക്കെ ഉണ്ടാവും. പാൻ പരാഗൊക്കെ പറഞ്ഞാൽ സംഭവം ഭയങ്കര വിറ്റാണ് കേട്ടോ. ഒരാളുടെ ജീവിതം മറ്റുള്ളവർക്ക് വിറ്റാവുന്ന ഒരു പ്രത്യേകതര അവസ്ഥ. ഐ ഫീൽ പിറ്റി ഓൺ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാരണം ഇത് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളെന്താ വിചാരിച്ച്, നിങ്ങളെന്താ പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റേ സുധിച്ചേട്ടൻ അല്ല രേണുസുതി കാണാൻ വയ്യ, ഞങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വയ്യായിരുന്നു. അനുഭവിച്ചോളോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു പായും തലനായിട്ട് ഇവിടെ കൂടാൻ പോവുകയാണ്. ഇറാനും അമേരിക്കയും LPGയും പെട്രോളും ഒന്നും വിഷയമല്ല, അതൊക്കെ നിന്നു മാറ്റിയായിട്ട് ഒക്കെ ഗെറ്റ് ഔട്ട് ഹൗസ്. ഇനി വെറും രേണുസുതി. കാരണം ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. ആരോടാണ് ആ മകനോടോ? 24-ാം വയസ്സിൽ നിങ്ങളെ അമ്മയെന്ന് വിളിച്ചിട്ടുള്ള ആ 11 വയസ്സുകാരൻ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? അപ്പോൾ നമ്മളെ മക്കളൊക്കെ കുട്ടികൾ ഈ രക്ഷിതാക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കണക്റ്റാവോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. നമ്മൾ ചിന്തിക്കില്ലേ പണ്ട് എന്നെ ആ അമ്മയെന്ന് വിളിച്ചിരുന്ന ആ പയ്യൻ? അതൊക്കെ വിചാരിച്ചിട്ട് അവനെ ഡയറക്റ്റായിട്ടൊന്ന് ഫോൺ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം ആരുടെ മുന്നിലാണ് ഈ അഭിനയം എടുക്കുന്നത്? ഇത് അഭിനയം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഈ റീലെട് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ടട്ടായിട്ടൊരു സാധനം പൊട്ടി പുറപ്പെടുന്നുണ്ട് ആ KHDC ഫിറോസിനെതിരെ. ഒന്നും മിണ്ടാതിരിക്കുക, റാസൽ കൈമെന്ന് വിളിച്ച് സംസാരിക്കുക. ഇത് സംഭവം വേറെയാണ്. ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ടോപ്പിക്സ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ട് എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ട് ഇനിയും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവർക്ക് നിലനിൽക്കാം. അവർക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല കേട്ടോ. ഷീ ക്യാൻ ഗോ ഹെഡ്. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോൻ്റെ പോസ്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. രേണുവിനെതിരെ ഈ ഒരു വിഷയം ഇപ്പോൾ കിച്ചു പറയാൻ കാരണം കിച്ചുവിനെ കുത്തിയിളക്കി വിട്ടതാണെന്ന്. അത് മറ്റാരുമല്ല ഷെഫീന ബീവി ആണെന്നാണ് രേണു പറയുന്നത്. അതിന് ഷെഫീന ബീവി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്, അത് കൊടുത്തിട്ടുള്ള കുറിപ്പും ഇതെല്ലാം കൂടി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫിറോസ് KHDC ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1-2 വീഡിയോ കണ്ടു, രേണുവിനെ ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉപമിപ്പിക്കുന്നത് കണ്ടു. ഇത് ഇപ്പോൾ ഏഷ്യാനെറ്റ് മനോരമ പോലത്തുള്ള മറ്റേ പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ പേപ്പറല്ല, മെയിൻ മുഖ്യധാര ആണല്ലോ അവർ. പക്ഷേ ഇത് കേട്ടിട്ട് ഈ കാറ്റഗറി എടുക്കുന്ന സമയത്ത് അവർ നമ്മളെ റേഞ്ചിലേക്ക് താഴും. ഇവർ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറേ ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ, സ്ത്രീകളാണ് കേട്ടോ. അവർക്ക് കാര്യങ്ങൾ അറിയാത്തവരിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് ഈ അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച്
കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ 21 വയസ്സുള്ള അവൻ ഇന്ന് മിഞ്ഞാന്നിട്ടിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും, ഏതൊരു അമ്മമാർക്കും, ഏതൊരു രക്ഷിതാക്കൾക്കും, ഏതൊരു വ്യക്തിക്കും, മനസ്സാക്ഷിയുള്ള ഏതൊരാൾക്കും ആ പയ്യനെ വിളിച്ചൊന്ന് സംസാരിച്ച് സാറില്ലട പോട്ടെ എന്ന് പറയാൻ തോന്നും. അവന് വേണ്ട മാനസിക സപ്പോർട്ട് കൊടുക്കാൻ തോന്നും. അതിന് പകരം അവനെ വിളിച്ച് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം അവനെ വീണ്ടും ഇതാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ, ഹേ സ്ത്രീയെ, നിങ്ങളുടെ അവസ്ഥ എന്താ? കണ്ണടാക്കട്ടെ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ മൂല കാരണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഷെഫീന ബീവിനെയാണ് കേട്ടോ. കാരണം അവരുടെ മൂല കാരണം എന്താണെന്നുള്ളത് നിങ്ങളെ മകൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളെ മകൻ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. അങ്ങോട്ട് സിങ്ക് ആവണില്ല കേട്ടോ, അഭിനയം അങ്ങോട്ട് സിങ്ക് ആവണില്ല. ഇതിന് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യട്ടെ. കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ട് ഇപ്പോഴും അഭിനയിക്കാൻ അറിയില്ല. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ആരോടാണ് പറയുന്നത്? ആ പയ്യനോടോ, അതോ നിങ്ങളെ ഭർത്താവ് മരിച്ചുപോയ ചങ്ങാതിനോടോ? അയാൾ കാരണം കൊണ്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി അതാണോ ഇനിയിപ്പോൾ അതാണോ ഇവിടുത്തെ ചർച്ച? ആ പയ്യന് മിനിയാന്ന് ഇപ്പം ഇന്നലെ കിച്ചുവിൻ്റെ വീഡിയോ വന്നു. കിച്ചു പറഞ്ഞതിന് അവനോടെന്തെങ്കിലും, അവന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കണം. ഇപ്പോൾ സംസാരം ഇതിൻ്റെ വീഡിയോ കണ്ടുനോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇവൻ എന്തൊക്കെയോ ഇതിനോട് കാണിച്ചു എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും 99% ആൾക്കാരും ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കിച്ചുവിൻ്റെ സംസാരം കേട്ടിട്ടാണ്. അപ്പോൾ ഇനി എന്താ അവനെതിരെ വല്ലതും പറയുന്നതാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. ഞാനതൊക്കെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, നമ്മൾ ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് എന്നാൽ ആ വീഡിയോ കണ്ട സമയത്ത് അത് റിയാക്ട് ചെയ്തപ്പോഴും തന്നെ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു ഇതിലായിരുന്നില്ല എന്നുള്ളത് അവൻ്റെ വീഡിയോയിൽ അവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ അല്ലേ. കോട്ടയത്ത് വന്നതിന് ശേഷം റിയൽ സ്റ്റോറി സ്റ്റാർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിച്ച് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഒരു നേരം പോക്കിന് കാണുക. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB-യിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. യെസ്, അപ്പോൾ ആ FB-യിലെ പോസ്റ്റാണ്. ഞാനിപ്പോൾ ആ ഒരു പോസ്റ്റ് എടുക്കട്ടെ. അത് എവിടേക്ക് പോയി അപ്പോഴേക്ക് ഒരു സെക്കൻഡ് ക്ഷമിക്കൂ. ഷെഫീന ബീവി വ്ളോഗ്സ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഫോട്ടോ, ഈ ഫോട്ടോ ആണ്. ഒന്ന് ഷെഫീനയുടെ മോനും പിന്നെ അപ്പുറത്ത് കിച്ചു ഇരിക്കുന്നുണ്ട്. ഒരാൾ കൂടി എന്ന് പറഞ്ഞിട്ടൊരു ലവിൻ്റെ സൈനുണ്ട്, ഹാർട്ടിൻ്റെ സൈനുണ്ട്. ഒരാൾ കൂടി ഒരു മകനെ കൂടി എടുത്തു എന്നായിരിക്കണം അവർ എഴുതിയിട്ടുള്ളത്. അവരെന്തായാലും അവിടെ പോയി കണ്ടു. ഒരുപാട് കമൻസ്. ഈ സ്ത്രീയൊക്കെ ചേർന്ന് തന്നെയായിരിക്കും ആ കുട്ടിയെ പറഞ്ഞിളക്കുന്നത്. ആ കുട്ടിയെ വളരെ മോശമായി പറഞ്ഞ് ഈ സ്ത്രീ ഇട്ട വീഡിയോ മുൻപേ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം. ആ രണ എന്ന തെറിയാണ്. എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഉണ്ട്. ഈ ഒരു ഫോട്ടോനെ കുറിച്ചാണ് രേണുസുധി പറയുന്നത് കേട്ടോ. ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത്
ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ഏ? മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ കിച്ചുവിനെ കുറിച്ചാണ് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത്ര കാലമായിട്ടും എത്ര കാലമായി, ഇപ്പോൾ 2 വർഷമായിട്ട് ഇവരുടെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യല്ലേ. ഇതുവരെ ഈ സോ കോൾഡ് അമ്മ ആൻഡ് മകൻ ഒരുമിച്ച് വന്നിരുന്നിട്ട് സുഹൃത്തുക്കളും വളരെ അടിപിടിയുള്ള ആൾക്കാർ വരെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടി കൂടാനെങ്കിലും ഫോൺ ചെയ്തിട്ടോ അതുകൂടെയൊക്കെ ഓൺലൈനിലൊക്കെ വീഡിയോ കോളൊക്കെ ഇതുവരെ 2 പേരും കൂടി ഒരുമിച്ച് വന്നിരുന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നിട്ട് ഇത് നിർത്തണം എന്ന് നിങ്ങളും പറയുക. കൂട്ടത്തിൽ മകൻ വന്നിട്ട് പറയുക ഇനി അമ്മേനെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ പറയുമ്പോൾ പിന്നെ ഓർമ്മ വരിക. കാരണം എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യം, ഒറ്റ വർത്തനം പറഞ്ഞാൽ അമ്മേനെ ഒന്നും പറയരുത് ആരും, എനിക്കൊരു പ്രശ്നമില്ല. ഇതുവരെ അവൻ പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനുള്ള മറുപടി അവർ പറഞ്ഞോളും. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിസൈഡ് ആൻഡ് ആഫ്റ്റർ സൂയിസൈഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിസൈഡ്, ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അഭിനയ സിംഗമേ നമിച്ചു. അഭിനയ കൊടുമുടി. ഇനി കൊടുമുടിയെക്കുറിച്ച് ഒരു വീഡിയോ കാണിക്കാം. അതിന് മുന്നേ ആദ്യം അത് കാണിക്കാം. രേണുസുതി ഫിനിക്സ് പക്ഷിയുടെ അത്ര അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് KHDC ഫിറോസിലേക്ക് പോവാം. ബൈ ദ വേ ഇത് സ്വീറ്റി. ഏതൊരു സ്ത്രീയാണെങ്കിലും അവരിപ്പോ ഇത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവര് ഒരുപാട് മേഖലകളിലേക്ക്, വിവിധ മേഖലകളിൽ അഭിനയം ആയിക്കോട്ടെ, റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ, അവരുടെ ഓരോരുടെ കഴിവുകൾ കൊണ്ട് അവർ മുന്നോട്ട് വന്നു. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു ഫീനിക്സ് ബേർഡ് പോലെയാണ് ആ വ്യക്തി. സത്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എന്നെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നെപ്പോലെ തന്നെ ഒരു ഫിനിക്സ്. ഞങ്ങളുടെ നാട്ടിൽ പൂരം നടക്കുന്നു. ഓഫ് ടോപ്പിക് ആണെന്ന് തന്നെ പറയാം. പൂരം നടക്കുക. അപ്പോൾ അവിടെ വൈകുന്നേരം കലാപരിപാടികളുണ്ട്. അതായത് ഗാനമേള, സ്കിറ്റ്, കോമഡി ഷോ, ജഗ്ലിങ്, മാജിക്ക്, ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പൂരം 10 ദിവസം ഉണ്ടായി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരെ ഞങ്ങൾ സ്റ്റേജിൽ ഡയറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ട സമയത്ത് ഞാനും വൈഫും കൂടി ഇത് സംശയം. നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരെ പറയാം, ഞങ്ങൾ സത്യം നമ്മൾ പറയില്ല, ഇങ്ങനെ ഇരുന്ന് വിഷമത്തോടു കൂടി ഞങ്ങൾ ആ പരിപാടി കണ്ട് അവർക്ക് വേണ്ടി എണീറ്റ് നിന്ന് കൈയടിച്ചു. കാരണം എന്താണെന്നറിയോ, കഴിവുള്ള ആൾക്കാർ, അതായത് സ്വന്തം പ്രയത്നം കൊണ്ട് മേഖല എന്നൊക്കെ പറയില്ലേ, അത്രയധികം കഴിവുള്ള കലാകാരന്മാരുണ്ട് ഇവിടെ ഉണ്ട്. ആ സ്ഥാനത്താണ് ഇതുപോലെ കോൺട്രവേഴ്സിയായിട്ടുള്ള ആൾക്കാർ ഫിനിക്സ് പക്ഷികളായിട്ട് വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അടുത്ത സുഹൃത്താണ് രേണുവിന്. എന്താ പറയാ, ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെല്ലാം മറികടക്കുവാനുള്ള ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ. അല്ലെങ്കിൽ മെന്റൽ ആ ചെക്കൻ പറഞ്ഞത് നീ കേട്ടോ? ആ കിച്ചു പറഞ്ഞിട്ടുള്ള ആ പയ്യന്റെ വീഡിയോ നീ കണ്ടോ? അവന്റെ ജീവിത ചരിത്രം, അവന്റെ ജീവൻ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു രക്ഷിതാവാണ്, ഒരു മകൻ്റെ അച്ഛനാണ് ഞാൻ. അതുപോലെ ഈ കാണുന്നവരൊക്കെ അങ്ങനെ, അല്ലാത്തവർക്കും മനസ്സിലാവും. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ രേണുസുതിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയാൻ ഒരു ലേശം, ഒരു വിവരം, ഒരു കാര്യം അറിയില്ല. ിലൂടെ കടന്നു പോകുന്ന രേണുവിന് എല്ലാവിധ നന്മ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവര് നെട്ടോട്ട് ഓടുന്നത്. നമ്മൾ ഒരു രൂപ ഒന്നും അറിയാത്ത ഒരു മകൻ 21 വയസ്സ് വരെ അവൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം അവൻ്റെ സുഹൃത്തുക്കളുടെ അമ്മമാർ പോലും മിണ്ടാത്ത അവസ്ഥയ്ക്ക് പോയി. അത് ആര് കാരണം? ഇത് വല്ലതും അറിയോ? ഒക്കെ ഒന്ന് പോയി അന്വേഷിക്കുക.
ഇവരാരും സഹായിക്കുന്നില്ല. അപ്പൊ എനിക്കടക്കം ബോഡി ഷെയ്മിങ്ങും ജെൻഡർ അധിക്ഷേപം ഒക്കെ നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ വ്യക്തിക്കടക്കം ഈ സൈബർ ബുള്ളിങ് അറ്റാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം മനുഷ്യരെ വേദനിപ്പിക്കും, എത്രത്തോളം വിഷമപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊന്നും അറിയില്ല. അവർക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ മീഡിയ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണം. പിന്നെ അവർ മീൻസ് അവർക്ക് അറിയില്ല, അതുകൊണ്ട് കേട്ടോ. എല്ലാ ഘടകങ്ങളിലും അതിനെ ബാധിക്കും. ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും അതുപോലെ അവരുടെ കുടുംബത്തിലാണെങ്കിലും അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത് നിങ്ങളിപ്പോ ചോദിക്കുന്നതെല്ലാം സ്വയം വരുത്തി വെച്ചല്ലേ. പക്ഷെ അവരവരുടെ ജീവിതം കൊണ്ട് പലയിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. അതിന് നമ്മളെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ ഇങ്ങനെ വധിക്കാൻ നിന്ന് നമ്മൾ ആർക്കും റൈറ്റ്സ് ഇല്ല. നമ്മൾ ഒരാളെയും ക്രൂശി ഇതുപോലെ സ്കൂളിലെ കഥാപ്രസംഗം പോലെ ആയില്ല. കഥാപ്രസംഗം, സ്പീച്ച്, എലക്യൂഷൻ കേട്ടാ. നമ്മൾ ഒരാളും അങ്ങനെ ആരെയും ക്രൂശിക്കാനുള്ള റൈറ്റ്സ് നമുക്ക് ഒരു ഭരണാധികാരികളും നമുക്ക് തന്നിട്ടില്ല. അവരവരുടെ ഹാപ്പിനെസ്സിന് പോട്ടെ മുമ്പ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇനി നമുക്ക് രേണുവിൻ്റെ പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കാം. പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു നിമിഷം, രേണുവിൻ്റെ പ്രൊഫൈൽ ഒരു സെക്കൻഡ് കേട്ടോ. രേണുവിൻ്റെ പ്രൊഫൈൽ രേണു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കരച്ചിലിപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇന്നലെ എൻ്റെ വീഡിയോ സ്റ്റോറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടുത്ത റീല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിൻ്റെ മുന്നിലേക്ക്. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്, അതുകൊണ്ടാണ് തൻ്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തൻ്റെ പേരിൽ ഇനിയും ഞാൻ അയ്യോ കട്ടായി പോയി. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം ചാടി വന്നു. രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ, സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്ത് മണിക്കിനാവ് വരുമ്പോഴോ? ഈ മണി എന്തിനാ അങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കിനാവ് കൊണ്ടുവരുന്നത്? ഫേസ്ബുക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴേ. അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട് പുതിയ പോസ്റ്റുമായിട്ട്. താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്, അതുകൊണ്ടാണ് തൻ്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തൻ്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ? മണി ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിലെ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്, ഫിറോസ് KHDCയോട്. തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എൻ്റെ പേരിലും ഇനി സംസാരിക്കണ്ട. ഫിറോസ് പ്ലീസ് മിണ്ടാതിരിക്കേണ്ടതാണ്. ഫിറോസ് ഷട്ടപ്പ്. എന്തുകൊണ്ടാണ് ഫിറോസിനോട് ഷട്ടപ്പ് പറഞ്ഞത്? ഞങ്ങളുടെ ഒരുപാട് പൊട്ട തീരുമാനമായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിന് ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും ഇന്നറിയില്ല. ചീത്തപ്പേര് കിട്ടിയ മനസ്സമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറേ പേർ കളിയാക്കി, കുറേ പേർ തെറി വിളിച്ചു, 1-2 തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷൻ കയറി, ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി, ഫാമിലി ലൈഫിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല പറയാനുള്ളത്, അതിഭീകരം. യെസ്, ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് ഇനി അടുത്ത സംസാരം വേഗം ഡെഫിനറ്റ്ലി വരണം. അത് അനിവാര്യമാണ്. കാരണം ഒരു 21 വയസ്സുകാരൻ ഈ സമയം കൊണ്ട് ഇത്രയധികം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഞാൻ കിച്ചു അവസാനത്തെയും ആദ്യത്തെയും ഒന്നും പറയുന്നില്ല. പക്ഷെ അത്രയും ഒരു പയ്യൻ അവിടെ അനുഭവിക്കുന്ന സമയത്തെ അവന് അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടുള്ള അവൻ്റെ സുഹൃത്തുക്കളെ പോലും അവിടേക്ക് പോലും പോകാൻ പറ്റാത്തൊരു രീതിയിലാക്കി മാറ്റുന്ന രീതിയിലുള്ള ആ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരിപാടികളുണ്ടല്ലോ, അത് നിർത്തി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കി എന്തോ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ, സബ്സ്ക്രിപ്ഷന് ഞാൻ എതിരല്ല, അങ്ങനത്തെ പരിപാടികൾക്കോ സബ്സ്ക്രിപ്ഷൻ അതിനൊന്നും എതിരല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യണം. ഒരു കപടമുഖമായിട്ട് നടക്കരുത്. എന്താണോ അത് യഥാർത്ഥമായിട്ട് നടക്കുക. അതുകൊണ്ട് നമ്മളുടെ അവനാൻ്റെ സ്വന്തം ആൾക്കാർക്ക് വല്ല പ്രശ്നങ്ങളോ അവർക്ക് വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക, മാറി നിൽക്കുക ചെയ്യുക. കാരണം വെച്ചാൽ നമ്മളെ കണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട്, മക്കളോ അമ്മയും ഇവരൊക്കെ അതൊക്കെ അറിയില്ല.
ബാക്കി കാര്യമൊക്കെ പോട്ടെ, ഋതപ്പനൊന്നും അത്ര പ്രായമായിട്ടില്ലായിരിക്കും, പക്ഷെ ഒരു മകനുണ്ട്, അത് മനസ്സിലാക്കുക. അവന് മോശം വരുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല അത്. പിന്നെ അവൻ പഴയ അനുഭവിച്ച കാര്യങ്ങൾ അതൊക്കെ അവൻ പറയുന്ന സമയത്ത് ബാക്കി നമ്മൾ എന്തായാലും ഇനിയും ഏതായാലും റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോറി വരുമ്പോഴേക്ക് വീണ്ടും കാണാം.